കൊച്ചിയിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം ഒരു സൂരജ് ലാമയായിരുന്നു. നിങ്ങൾക്കറിയാം, കുറച്ചു കാലം മുമ്പ് കുവൈറ്റിൽ നിന്ന് നാട് കടത്തപ്പെട്ട് മാംഗ്ലൂരിൽ ഇറക്കേണ്ട സൂരജ് ലാമ കൊച്ചിയിലേക്ക് വന്നു. അതിനുശേഷം അദ്ദേഹത്തിനെ കാണാനില്ല. പോസ്റ്ററുകളൊക്കെ പതിച്ചു, ലുക്കൗട്ട് നോട്ടീസ് കൊടുത്തു, പല നടപടികളും ചെയ്ത് കോടതിയിൽ പോയി. സൂരജ് ലാമയുടെ മകൻ കൊച്ചിയിൽ വന്ന് അന്വേഷണം തുടങ്ങി. ഇപ്പോഴും ഇവിടെ ഇപ്പോൾ കൊച്ചി കളമശ്ശേരി ഹോസ്പിറ്റലിന് മെഡിക്കൽ കോളേജിന് അടുത്ത് ഏതാണ്ട് 1-1.5 കിലോമീറ്റർ അടുത്ത് തന്നെ ഒരു മൃതദേഹം കണ്ടെത്തി. ഈ മൃതദേഹത്തിൻ്റെ DNA ടെസ്റ്റ് നടക്കുകയാണ്. ഈ സൂരജ് ലാമയുടെ തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കാൻ കഴിയുന്ന റിപ്പോർട്ട് വരാനിരിക്കുന്നുള്ളൂ. എന്നാലും നമ്മൾ പറയുകയാണ്, നമ്മൾ നടന്നു പോകുമ്പോൾ ബസ് സ്റ്റേഷനിലും റെയിൽവേ പരിസരങ്ങളിലും റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരങ്ങളിലും ഒക്കെ ഒരുപാട് ആൾക്കാരെ കാണാനില്ല എന്ന് എഴുതി സൂക്ഷിച്ചിട്ടുണ്ടാകും. പക്ഷെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ അലക്ഷ്യമായി കടന്നു പോവുകയാണ് പതിവ്. ഇത്ര കൂടുതൽ ആളുകൾ നമ്മുടെ നാട്ടിൽ ഇത്രയും അധികം CCTV ദൃശ്യങ്ങളുള്ള സ്ഥലത്ത് എങ്ങനെയാണ് ആളുകളെ ഇങ്ങനെ കാണാതാകുന്നത്? അതൊരു വലിയ ചോദ്യമാണ്. ഈ സമൂഹം വളരെ അവഗണനയോടെയാണോ ഇത്തരം സംഭവങ്ങളെ കാണുന്നത്? കാരണം നമുക്ക് നല്ല സംവിധാനങ്ങളുണ്ട്, നമ്മുടെ പോലീസ് സിസ്റ്റമുണ്ട്, പോലീസിംഗ് ഉണ്ട്, അതുപോലെ നഗരത്തിലെല്ലാം CCTVകൾ വെച്ചിട്ടുണ്ട് നമ്മൾ. എന്നിട്ടും ആളുകളെ കാണാതാകുന്നു എന്തുകൊണ്ട്? ഒരു ചോദ്യമാണ്, നമ്മുടെ സമൂഹം ചോദിക്കേണ്ട ചോദ്യം.